മൂന്ന് തരത്തിൽ മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഒന്ന്, ശരീരബോധത്തിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യനുണ്ട്. പറവജാതികളെ പോലെ, മൃഗങ്ങളെ പോലെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ മാത്രം നിലനിർത്തി അതിന് മാത്രം എഫേർട്ട് ഇട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ശരീരബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ് മൃഗതുല്യരായ മനുഷ്യരെന്ന് പറയുന്നത്. അവരെപ്പോഴും വികാരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരായിരിക്കും. കഴിക്കുന്നതിനെക്കുറിച്ച്, കുടിക്കുന്നതിനെക്കുറിച്ച്, ജീവിച്ച് തീർക്കുന്നതിനെക്കുറിച്ച് മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ പോകുന്ന മനുഷ്യരാണ്. മറ്റൊന്നിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിന് എന്താ അകത്ത് വേണ്ടത്? ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, തീയിൽ തൊട്ടാൽ പൊള്ളും, അത് അവരുടെ അനുഭവമാണ്. വന്യമൃഗങ്ങളെടുത്ത് ആയുധമില്ലാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. ഇങ്ങനെ പൂർവികരായിട്ടുള്ള വ്യക്തികൾ അനുഭവിച്ചിരിക്കുന്ന അനുഭവ സമ്പത്തിനെ അടുത്ത തലമുറയിലേക്ക് കൈമാറി അവർക്ക് കേവലം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആ അനുഭവങ്ങൾ മാത്രം കൈമാറി പോകുന്ന ഒരു പ്രകൃതമാണ് ഈ ശാരീരിക ബോധത്തിനകത്ത് വരുന്നത്. പിന്നീടാണ് മനുഷ്യൻ പരിഷ്കാരത്തിൻ്റെ ലോകത്തിലേക്ക് വരുന്നത്. മനസ്സിൻ്റെ കഴിവുകളെ, ഓർമ്മയുടെ കഴിവുകളെ, അവൻ്റെ ബുദ്ധിശക്തിയുടെ കഴിവുകളെയൊക്കെ അവൻ പതുക്കെ പ്രകാശിപ്പിച്ച് മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് ജീവിക്കാനായിട്ടുള്ളൊരു തലത്തിലേക്ക് മനുഷ്യൻ വളരാൻ തുടങ്ങി. അവിടെ തൊട്ടാണ് മനുഷ്യൻ്റെ സംസ്കാരം വർദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സംസ്കാരത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള സംസ്കാരമുണ്ട്, കുടുംബപരമായിട്ടുള്ള സംസ്കാരമുണ്ട്, സാമൂഹികപരമായിട്ടുള്ള സംസ്കാരമുണ്ട്, ദേശപരമായ സംസ്കാരമുണ്ട്. സോ ഓരോ ലെവലിലും പടിപ്പടിയായി അവൻ ഉയർന്നു വന്നത് അവൻ്റെ മാനസിക ബോധത്തിൽ നിന്നാണ്. മാനസികമായി ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അകത്തവന് വേണ്ടുന്നത് നോളജാണ്, അറിവാണ്. അത് കേട്ടറിവുണ്ടാകും, കണ്ടറിവുണ്ടാകും, മറ്റുള്ള വ്യക്തികൾ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള അറിവുകൾ വെച്ചിട്ടാണ് മാനസിക ബോധത്തിലുള്ള മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95% ആൾക്കാരും ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മാനസിക ബോധത്തിലും ശാരീരിക ബോധത്തിലുമാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ്. അടുത്ത സെക്ഷനാണ് ശാരീരിക ബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, മാനസിക ബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ. അതിനും മേൽത്തരമായ ഒരു അവസ്ഥയിലാണ് ആത്മബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ വച്ചേക്കുന്നത്. അപ്പോൾ ഈ ആത്മബോധത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ എന്താണ് അകത്തേക്ക് വേണ്ടത്. അപ്പോൾ ആത്മബോധത്തിൽ ഒരു മനുഷ്യൻ മുന്നോട്ട് പോകണമെങ്കിൽ അവൻ്റെ അകമേ ജ്ഞാനം നിറഞ്ഞാൽ മാത്രമേ അവൻ ആത്മാവിൻ്റെ ബോധത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ജ്ഞാനമില്ലാത്ത ഒരു വ്യക്തിക്ക് ആത്മബോധത്തിൽ ജീവിക്കാൻ കഴിയില്ല. ശാരീരിക ബോധത്തിനകത്ത് എന്താ വേണ്ടേ? അനുഭവങ്ങളാണ് വേണ്ടത്. മാനസിക ബോധത്തിൽ ജീവിക്കാൻ എന്താണ് വേണ്ടത്? അറിവാണ് വേണ്ടത്. ആത്മബോധത്തിൽ ജീവിക്കാൻ എന്താണ് വേണ്ടത്? ജ്ഞാനമാണ് നിറയേണ്ടത്.